ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദിവസം കഴിച്ചുകൂടി സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോഴേ ഉച്ചയ്ക്ക് തലയൊക്കെ ഇതായിട്ടിരിക്കുവാന്നോ, തല കഴുകണ്ടിയിട്ടേ ഉച്ചയ്ക്ക് അങ്ങ് കുളിച്ചിട്ട് ഷാമ്പൂ ഒക്കെ ഇട്ട്, രാത്രി തല കഴിച്ച് ചുമയുള്ളതുകൊണ്ട് രാത്രി തലയൊക്കെ കഴുകിയാലേ ചുമയ്ക്കുമെന്നും പറഞ്ഞ് ഞാൻ കുളിക്കുന്നത് തന്നെ ഇവിടുത്തെ പ്രെയർ 10 മണിക്ക് രാത്രി. അത് കഴിഞ്ഞ് ഇവർക്കൊക്കെ കൊടുക്കാനുള്ള പാലൊക്കെ കൊടുത്തു കഴിഞ്ഞ് അത് കഴിഞ്ഞാണ് ഞാൻ കുളിക്കാൻ പോകുന്നത്. പ്രൈസിനെ കിടത്തിയിട്ടാണ് ഞാൻ കുളിക്കുന്നത്. ഇപ്പം തണുപ്പാന്നേലും ഞാൻ വെള്ളം ചൂടാക്കിയല്ല കുളിക്കുന്നത്, ആ പച്ചവെള്ളത്തിലാണ് കുളിക്കുന്നത്. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഇന്ന് ഇച്ചിരി ഷാമ്പൂ ഒക്കെ ഇട്ട് ഇതായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതേ ഒരബദ്ധം പറ്റിയ ദിവസമായിരുന്നു. പിന്നെ ഈ വീഡിയോ എന്ന് പറയുന്നത് തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ്. ഞാൻ അതിന് മുമ്പിട്ട് ഞാൻ സൺഡേലത്തെയൊക്കെ വീഡിയോ ഇട്ടായിരുന്നേ. ഈ വീഡിയോ ഇച്ചിരി കട്ടിങ്ങും പുട്ടിങ്ങും ഉള്ളതുകൊണ്ട് ഞാൻ അതിനെ അവിടെ വെച്ചേക്കുമായിരുന്നു. അപ്പം ഞാൻ കഴിഞ്ഞ ഒരു ദിവസം തിങ്കളാഴ്ച വീഡിയോ ഇട്ടില്ല. തിങ്കളാഴ്ചയാണോ ചൊവ്വാഴ്ചയാണോ ഒരു ദിവസം വീഡിയോ ഇട്ടില്ല. അതൊക്കെ ഇങ്ങനെ പെൻഡിങ് ഇരിക്കുമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ എൻ്റെ ഫ്ലോപ്പ് മീൻസ് എനിക്ക് അബദ്ധം പറ്റിയ എന്തുവാന്നൊക്കെ ഇതിലുണ്ട്, ഒന്ന് നോക്കണേ. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നലെ വാട്സപ്പിൽ റിൻറ്റു വന്ന് ഇട്ട്, ഞാൻ ഇന്നലെ പാട്ട് പാടിയില്ലേ. അപ്പോൾ റിൻറ്റുവിനൊരു മോനുണ്ട്, 3 വയസ്സ് കഴിഞ്ഞെന്ന് തോന്നുന്നില്ലേ, എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല അങ്ങോട്ട്. അപ്പോൾ പാടിയുണ്ടേ ലാസ്റ്റ് ക്ലാപ്പ് അടിച്ചെന്ന ആൾ. എന്നിട്ട് മമ്മിയെടുത്ത് പറഞ്ഞൊന്ന് പാടെന്ന്. അപ്പോൾ എന്നിട്ട് വാഴ്ത്തുന്നുള്ള ആവും പാടിക്കോട് നടപ്പാണ് എപ്പോഴും. അതൊക്കെ ഒരു സന്തോഷമല്ലേ, പിള്ളേർ നമ്മുടെ പാട്ടൊക്കെ കേട്ട് പാടുക എന്നൊക്കെ വെച്ചാൽ ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെയാണ് 2 ദിവസത്തെ കമൻറ്റിന് റിപ്ലൈ ഉണ്ടെന്ന് എനിക്കറിയാം. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇച്ചിരി അച്ചാറൊക്കെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് രാത്രി വന്ന് ചെയ്യാമെന്നും പറഞ്ഞ് വരുമ്പോഴത്തേക്കിന് ഇപ്പം വേണ്ട ഇവിടെ ഉണ്ടല്ലോ ചെന്നിക്കുത്ത് സൈനസൈറ്റിസ് ആയിരിക്കാം. ഇവിടെ എനിക്ക് തൊട്ടാൻ വയ്യ, അതുപോലെ വേദനയങ്ങ് ഈ ഒരു സൈഡ്. പക്ഷേ പിന്നെ സ്റ്റീം ഒന്ന് പിടിക്കണമെന്ന് പറഞ്ഞിരുന്നിട്ട്, സത്യം പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ പറയും സ്റ്റീം പിടിക്കണേ സ്റ്റീം ചെയ്യണേന്ന്. എനിക്ക് സത്യം അതിന് സമയം പോലും ഇല്ലായിരുന്നു. എനിക്കൊന്ന് കഫ് ഇങ്ങനെ ഇരിപ്പുണ്ടെന്ന്. ചില സമയത്ത് കഫ് വരുന്നത് ഭയങ്കര യെല്ലോ കളറിലെ കഫ്, അതുപോലെ ജാമായിട്ട് ഇരിക്കുമെന്ന് തോന്നുന്നു. അതായിരിക്കും ഇത്രയും വേദന. അതുകൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വന്ന് അങ്ങ് ഇരുന്ന് കിടക്കും. ഞാൻ ഈ മൊബൈൽ എടുക്കുന്നത് തന്നെ ഈ ഒരു 3-3:30 ആകുമ്പോൾ ഞാൻ ഒന്ന് ഫ്രീ ആകും. അന്നേരമാണ് ഞാൻ മൊബൈൽ തന്നെ എടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. അന്നേരം എനിക്ക് പറ്റിയ അബദ്ധം എന്തുവായിരുന്നെന്നോ, ഞാൻ ആക്ച്വലി സാറ്റർഡേ പോൾമോന് കോളേജിൽ പോകണമായിരുന്നല്ലേ. അപ്പം ഞാൻ എന്നും 5 മണിക്കുള്ള അലാറം ഞാനത് 7 മണിയാക്കി. ആ 5 മണി എന്നുള്ളത് മൺഡേ ടു ഫ്രൈഡേയാണ്. അപ്പം വീണ്ടും ഞാനത് സെലക്ട് ചെയ്യേണ്ടതെന്നും പറഞ്ഞ് മൺഡേ ടു സാറ്റർഡേ ആക്കി ഇട്ടിട്ട് അന്ന് സാറ്റർഡേ അവന് പോകേണ്ടിയിട്ട് 7 മണിയാക്കി വെച്ച്. പിന്നെ അത് ഞാൻ ചേഞ്ച് ചെയ്തില്ല മക്കളുമാരെ, എൻ്റെ പൊന്നു. അപ്പോൾ സൺഡേ പിന്നെ കുഴപ്പമില്ലല്ലേ. സൺഡേയിലത്തേക്കിന് ഞാൻ വേറൊരു അലാറം ഇട്ടേക്കുന്നത്. കാരണം പ്രൈസം മോനെ സൺഡേ സ്കൂളിനൊക്കെ എണ്ണിപ്പിക്കണമല്ലേ. അങ്ങനെ അന്ന് ഞാനാണെങ്കിൽ അത് ചേഞ്ച് ചെയ്തില്ല. ഒരു 5:30 ഞാൻ ഓട്ടോമാറ്റിക്കലി ഒന്ന് എണീറ്റ ഉടനെ എൻ്റെ പൊന്നോ ഞാൻ ചിന്തിച്ച് അലാറം എന്താ അടിക്കാഞ്ഞേ. എന്നിട്ട് ഞാൻ ചാടി എണീറ്റിട്ട് എൻ്റെ ദൈവമേ ചാടി റീച്ചാനോട് പറഞ്ഞു, റീച്ച ഇന്ന് എന്തോ ദിവസമാണ്. അപ്പം ഞാൻ ചോദിച്ചു ഇന്ന് സൺഡേ ആണോ. റീച്ചാൻ പറഞ്ഞല്ല മൺഡേയാ. എനിക്ക് അത്രയ്ക്ക് ബോധം, കാരണം അലാറം അടിക്കുന്നില്ലല്ലോ. അമ്മേ അന്നേരം ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നോ ഞാൻ അലാറം ചേഞ്ച് ചെയ്തില്ല, 5 മണിക്ക് അലാറം അടിച്ചില്ല. എന്നിട്ട് ഞാൻ എന്നും ഈ കൊച്ചിനെ കൊണ്ട് കാപ്പി കൊടുത്തിട്ടാണ് ഈ കുഞ്ഞിനെ എണ്ണിപ്പിക്കുന്നത്. ആ പാവത്താനോട് ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു മക്കളെ എണ്ണീരക്കളെ അമ്മ കാപ്പി ഉണ്ടാക്കി തരാം. അങ്ങനെ പാവം എണീറ്റിട്ട് പിന്നെ അവൻ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ പെട്ടെന്ന് കാപ്പി ഉണ്ടാക്കി കൊടുത്തത്. അപ്പം ഞാനെന്ന ദൈവാധീനം കൊണ്ട്, ഞാനിന്ന് പാസ്ത ഉണ്ടാക്കാനാണ് ഇരുന്നത്, ദൈവാധീനം കൊണ്ട് ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ അന്നേരം ചോദിച്ചു മക്കളെ ബ്രെഡും പീനട്ടും കൂടെ തരട്ടെ. അപ്പം പറഞ്ഞു വേണ്ട മമ്മി, ബ്രെഡും ജാം ഉണ്ടെങ്കിൽ ജാമും കൂടെ തന്നു. അങ്ങനെ കൊച്ചിന് പെട്ടെന്ന് ഞാൻ ബ്രെഡും ജാമും കൊടുത്ത് അതിന് കാപ്പി ഉണ്ടാക്കി കൊടുത്ത്. അയ്യോ ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നുള്ള അങ്ങനെ നമുക്ക് വെപ്രാളം വരുന്ന ഉടനെ
നമ്മുടെ ജോലി അങ്ങോട്ട് നടക്കത്തില്ലെന്നുള്ള അങ്ങ് വെപ്രാളം അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കും. പിന്നെ ഞാൻ കൊച്ചിൻ്റെ എല്ലാം റെഡിയാക്കിയിട്ട് ഇവർക്ക് ചായയൊക്കെ കൊടുത്ത് കൊച്ചിനെ എണീപ്പിക്കുന്ന പാടായിരുന്നു. പിന്നെ 6 മണിക്ക് റീച്ചാരെ വിളിച്ചാൽ മതി, അപ്പോഴത്തേക്കിന് വിളിച്ച് ചായയൊക്കെ കൊടുത്ത് എളുപ്പം കൊണ്ടുപോയി. എന്തോ എന്നെ അങ്ങ് തട്ടി വിളിച്ചത്, ആ സമയത്ത് അങ്ങ് എണീറ്റതാണ്. ഇല്ല തണുപ്പ് കൂടായതുകൊണ്ടേ, മനുഷ്യനല്ലേ, മനുഷ്യൻ്റെ അവസ്ഥയല്ലേ. ഞാൻ എപ്പോഴും പറയുന്നതല്ലേ, എനിക്ക് രാവിലെ ഒരു 3 മണി കഴിഞ്ഞിട്ടാണ് എനിക്കൊരു ഉറക്കം വരുന്നത്. അരമണിക്കൂർ കൊണ്ട് ഒരുക്കാം. പക്ഷെ അഥവാ അവന് പിന്നെ ടോയ്ലറ്റിൽ പോകുക എങ്ങാനും തോന്നുകയാണെങ്കിൽ അത് പിന്നെ മെനക്കേടല്ലേ. അല്ലെങ്കിൽ റേച്ചാൻ കൊണ്ടുവിടണം. പിന്നെ ഞാൻ ചിന്തിച്ച് ഈ റേച്ചാനും ക്ഷീണമല്ലേ, ശരിക്കും ഉറക്കം റേച്ചാനും കിട്ടുന്നില്ലല്ലേ. അപ്പോൾ അവിടെ വരെ കൊണ്ടുപോകുന്നത് എന്തിനാന്ന് പറഞ്ഞ് തണുപ്പും പിടിച്ച് അതുള്ള ഇത്. അല്ലെങ്കിൽ കൊണ്ടുപോകുന്നതിന് 10-15 ബൈക്കിൽ കൊണ്ടുപോകുന്നതിന് 10-15 മിനിറ്റിൻ്റെ ഇതേ ഉള്ളൂ. അന്നേരം ഡാഡി രാവിലെ എണീറ്റിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെ ഒന്ന് ഡാഡിയുടെ പറയും, ഡാഡി ഞാനൊരു 5:30 ആകുമ്പോഴും എന്നെ കണ്ടില്ലെങ്കിൽ ഒന്ന് വിളിക്കണേ. ഡാഡി അവിടെ എണീറ്റ് രാവിലെ ഡാഡിയുടെ പരിപാടികൾ, ബൈബിൾ വായന, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പ്രസംഗം കേൾക്കൽ, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമോ ഡാഡി. ഞാൻ പറഞ്ഞു ഇനിയെങ്കിലും ഞാൻ ഇങ്ങനെ എന്നെ കണ്ടില്ലെങ്കിൽ ഒന്ന് വിളിച്ചേക്കണേ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പാസ്ത ഉണ്ടാക്കി ഇവിടെ കഴിക്കാനുള്ളവർക്കും. പിന്നെ കൊച്ചിന് പാസ്ത ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഞാൻ അവൻ്റെ പങ്കെടുത്ത് വെച്ചേക്കും ഉച്ചയ്ക്ക് വന്ന് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ അടുക്കളയിൽ നിന്നുകൊണ്ട് കാക്കകളുടെയും ഇല്ല കിളികളുടെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എനിക്ക് വീഡിയോ എടുക്കണമെന്നുണ്ട്. അങ്ങനെ ഞാൻ എന്തോ അതിന് കുക്കറിൽ അതൊന്ന് അടച്ച് വെച്ചിട്ട് വന്ന് വീഡിയോ എടുക്കാനായിട്ട് വന്നതാണ്. കളകളനാദം കാഹളനാദം. അപ്പുറത്തെ നേരെ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിലാണെങ്കിലും ഏറ്റവും മേളിൽ 1-2 വീടുകൾ ഇങ്ങനെ ലൈറ്റുണ്ട്. ബാക്കി ആരും അങ്ങനെ എണീറ്റിട്ടില്ല. എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞായിരുന്നു, വിജി ഇത് ഒന്ന് വഴറ്റിയിട്ട് അങ്ങനെ നമ്മുടെ പച്ചക്കറിയൊക്കെ വഴറ്റിയിട്ട് പാസ്ത സെപ്പറേറ്റ് വേവിച്ചൊന്ന് ചേർത്ത് നോക്കാം. ഞാൻ 2 റീസണും കൊണ്ടാണ് ഇങ്ങനെ ചെയ്യാത്തത്. 1 പെട്ടെന്ന് ചെയ്യാം, 2 ഈ പച്ചക്കറികൾ ഇവന്മാർ മാറ്റി വെക്കത്തില്ല. കുക്കറിൽ ഒരു വിസിലാകുമ്പോഴേ കുറേയും കൂടെ നന്നായിട്ടങ്ങ് വേവും. അല്ലെങ്കിൽ നമ്മൾ വഴറ്റുവാണെങ്കിലേ കുറേ സമയവും എടുക്കും. ഈ പച്ചക്കറി ഇത്രയും അങ്ങ് വെന്തിതാവത്തില്ല. ഇവന്മാർക്കും ഇങ്ങനെ സ്ലൈമിയായിട്ടിരിക്കുന്ന ഇഷ്ടം. പറഞ്ഞത് ശരിയാണ്. അല്ല നമ്മൾ വെള്ളത്തിൽ വേവിക്കുകയാണെങ്കിൽ കുറച്ചങ്ങ് സ്റ്റാർച്ചങ്ങ് പോവും. അങ്ങനെ പാസ്തയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഈ പോളുണ്ടല്ലോ, കഴിഞ്ഞ ദിവസം ലാബിൽ അവന് ലാബ് പ്രാക്ടീസ് ആയതുകൊണ്ട് ഇവൻ അവിടെ ആണ് ടിഫിൻ കഴിക്കാൻ കൊണ്ടുപോയത്. അവിടെ വെച്ചിട്ട് ഈ ടിഫിൻ ബാഗ് അവനവിടെ മറന്നിട്ട് വന്നു. പിറ്റേ ദിവസം ചെന്നുണ്ടെങ്കിൽ അത് കിട്ടിയില്ല. അവിടെ ലോസ് പ്രോപ്പർട്ടിയിൽ ചെന്ന് ചോദിച്ചിട്ടൊന്നും അവിടെ ഇല്ലെന്ന്. നല്ല വിലയുള്ള ഒരു ബാഗായിരുന്നു ഇത്. എന്തോ ചെയ്യാനാ, നല്ലതായിരുന്നു എല്ലാം ഇട്ട് കൊടുക്കാനായിട്ട്. കുടിക്കാൻ വെള്ളം വെച്ച് അത് കഴിഞ്ഞിട്ട് പാത്രങ്ങൾ കഴുകാമെന്ന് വെച്ച് ക്യാനെല്ലാം നിറച്ചിട്ട് വേണ്ട. ഇനി നമുക്ക് ഇങ്ങനെ കിടപ്പുണ്ട് പാത്രങ്ങളൊക്കെ കഴുകാൻ. ഗ്ലാസുകൾ നിരന്ന് നിൽപ്പുണ്ട്. പാത്രങ്ങളെല്ലാം കഴുകിക്കഴിഞ്ഞ് പിന്നെ തുണി കഴുകാനിട്ട്. തുണി ഇവിടെ എന്നും കഴുകാൻ കാണും. ഈ പാത്രങ്ങളൊക്കെ കഴുകി വെള്ളവും കുടിക്കാൻ വെച്ച് ക്യാനും നിറച്ചൊക്കെ വരുമ്പോഴത്തേക്കിന് മുക്കാലും ഒരു ജോലി കഴിഞ്ഞതുപോലെ തോന്നുന്നത്. പിന്നീടാണ് എല്ലാം ഈ ഞാൻ കുറേ നേരമായെടുത്ത് വെളിയിൽ ഇട്ടിട്ട് ഐസൊക്കെ പോയി. ഇതിപ്പോൾ കുഞ്ഞൻ ഇതല്ലേ, ഇതിൽ നിന്നാണ് ഞാൻ ഇന്നാളെ ഇച്ചിരി വറക്കാനെടുത്തത്. അപ്പോൾ ഇന്നിതിപ്പം തോരൻ വെക്കാമെന്ന് വെച്ച്. ഇവിടെ ഇപ്പോൾ ഈ തോരൻ വെക്കുന്നുണ്ട്. ഇതിൻ്റെ വാലിൻ്റെ അവിടെ അങ്ങനെ മുള്ളില്ലല്ലോ, അത് റൈസൻ എടുത്ത് തിന്നും. മത്തിക്ക് അവന് ഇത്ര താല്പര്യമില്ലാത്ത.
അതുകൊണ്ട് ഇവന് അതിൻ്റെ അകത്ത് ആ പീരയുണ്ടല്ലേ, പീര ഇവർക്ക് 2 പേർക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പീരയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇച്ചിരി സവാളയൊക്കെ ചേർക്കുന്നത്. ഞാൻ 1-2 പ്രാവശ്യമായിട്ട് ഇത് കൊച്ചു ജാറിൽ അരച്ചെടുത്തത്. വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി ഇതിൻ്റെ അകത്ത് അങ്ങിട്ടു, പിന്നെ പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഒരു സവാള, ഉലുവപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഇളക്കാം. ഇതിൽ ചുരുക്കം ചിലത് ഞാൻ 2 പീസാക്കിയിട്ടുണ്ട്, അല്ലാത്തത് അതുപോലെ ഇട്ടേക്കുക. കുഞ്ഞതാ, ചെറുതാക്കിയ കുറേയും കുടങ്ങിയതാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ടൊന്ന് അടപ്പത്ത് വെക്കട്ടെ. തേങ്ങ കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇത് ഒരു തേങ്ങ എടുത്തിട്ടത് തന്നെ, എന്നിട്ട് ഇത്രയും പീരയേ ഉള്ളൂ. ഇപ്പോൾ ഉച്ചയ്ക്ക് പ്രീസം മോനും ഡാഡിക്ക് ഞാൻ ചപ്പാത്തിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് അവർക്ക് ഉച്ചയ്ക്ക് ഇതിന് വേണ്ട, പിന്നെ വൈകിട്ട് രാത്രിത്തേക്ക് മതി. ഇതിപ്പോൾ 2 ദിവസം ഉണ്ടായിരുന്നു. ഇന്നെനിക്ക് ചപ്പാത്തി കറി വെക്കണ്ടായിരുന്നു. ഇന്നലത്തെ മുട്ടക്കറിയുടെ ആ ഗ്രേവി കുറച്ചുകൂടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രേവി മാത്രമാണെങ്കിലും ഡാഡി കഴിച്ചോളും. പക്ഷേ പ്രൈസനെ ഇത്തിരി ബുദ്ധിമുട്ടാണ് കറി മാത്രമായിട്ട് കഴിക്കാൻ. അപ്പോൾ ഞാൻ പിന്നെ അവനൊരു മുട്ട പുഴുങ്ങിയായിരുന്നു, ആ കറിക്കകത്തിട്ട് മുട്ടക്കറി പോലെ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം അത് കണ്ടോണ്ടേ പറഞ്ഞ് എനിക്ക് അതിൻ്റെ അകത്ത് ഇടണ്ട, മുട്ട സെപ്പറേറ്റ് വെച്ചാൽ മതി, ഗ്രേവി അല്ലാതെ ഒഴിക്കാൻ. പിന്നെ അങ്ങനെ കൊടുക്കാമെന്ന് വെച്ച്. അവൻ ഇതിപ്പോൾ കണ്ടോടെ വന്നോണ്ടേ പറഞ്ഞ് എനിക്ക് വേണ്ട, ഫാസ്റ്റിംഗ് ആണ്. പിന്നെ മുട്ട ഉണ്ടെന്ന് പറഞ്ഞപ്പം ആന്നും പറഞ്ഞ് വന്നു. മുട്ട ലാസ്റ്റിൽ തിന്നുന്നുള്ള ഇടയ്ക്ക് തിന്നോ? ചപ്പാത്തി വേണേൽ പറയണേ. ഞാൻ ഈ തോരനെ ഇടയ്ക്കൊന്ന് തിളച്ച് കഴിഞ്ഞ് ഞാൻ സ്പൂണിൻ്റെ സ്പൂണിൻ്റെ മൂടുവശം ഉണ്ടല്ലേ, പുറകുവശം, അതും കൊണ്ടൊന്ന് ഇളക്കിയായിരുന്നു. ഇളക്കിയിട്ട് വീണ്ടും ആ സ്പൂണിൻ്റെ പുറകുവശം കൊണ്ട് ഇങ്ങനെ അമക്കി വെച്ചിട്ട് ഇപ്പം ഞാൻ നടുക്കൊന്ന് ഇങ്ങനെ മാറ്റി നോക്കിയോണ്ടേ വെള്ളമൊക്കെ വറ്റി. ഇനി ചട്ടിയിലിരുന്ന് കുറേയും കൂടെ അങ്ങ് ചൂട് കൊണ്ടങ്ങ് വറ്റിക്കോളും. ലാസ്റ്റിൽ വേണമെങ്കിൽ ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ മീൻതോരൻ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറൊരു കറിയും വേണ്ട, ഒന്നും വേണ്ട. അതിൻ്റെ പീര അതും ഇട്ട് കഴിക്കാൻ എനിക്കിഷ്ടമാണ്. പിന്നെ ഞാൻ റീച്ചാൻ ഈ തോരനൊന്നും കൂട്ടത്തില്ലല്ലേ, പയറുണ്ടായിരുന്നു, പയർ അരിഞ്ഞെടുത്ത് അതൊന്ന് തോരൻ വെക്കാമെന്ന് വെച്ച്. അറിയാമല്ലോ ഞാൻ എല്ലാം ആ പയറിൻ്റെ അകത്ത് തന്നെ തേങ്ങയും സവാളയും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം ഇട്ട് നന്നായി ഞെവിടിയിട്ട് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ വൈകുന്നേരം പ്രീസമോൻ ഒന്ന് ഉറങ്ങിയിട്ടൊക്കെ പിന്നെ താഴെ പോകണമെന്ന് പറഞ്ഞു. ഞാൻ ചിലപ്പം വിടത്തില്ല. പിന്നെ ഞാൻ ചിന്തിച്ച് എന്നാൽ പോട്ടെന്ന് പോയിട്ട് ഞാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്യും. ആ സമയത്താണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. എപ്പോഴാണ് 8 മണിയൊക്കെ കഴിഞ്ഞ് നോക്കിയുണ്ടെങ്കിൽ അവിടെ ആ ഗാർഡനിലൊരു ബെഞ്ചുണ്ട്. അതിൻ്റെ അകത്ത് എല്ലാ അവന്മാരും കൂടെ ഇരുന്നിട്ട് ഭയങ്കര അവനവൻ്റെ മക്കളുടെ സൗണ്ട് നമുക്കറിയാമല്ലേ, ഭയങ്കര ചിരിയും ബഹളവും. കേട്ടോണേ. പ്രീസനും കൂട്ടുകാരും അവിടെ ഇരുന്ന് കളിയാണ്. അവിടെ ആ ഗാർഡനിലൊരു ബെഞ്ചുണ്ട്, അവിടെ ഇരിക്കുക. ആ ഗാർഡൻ്റെ അവിടെ ആയതുകൊണ്ടാണ് ഈ വട്ടമില്ലാത്തത്. കുറച്ച് നേരം എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് കളിയും സംസാരമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പോയി കണ്ടില്ല, ഫുട്ബോൾ കളിക്കാനോ ബാഡ്മിൻ്റൺ കളിക്കാനോ പോയി.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളെന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.